ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അത് മതി സൂര്യ. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാവും നാണക്കേട്. അറിയാലോ, ഒരു വാർത്ത കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം മാധ്യമങ്ങള്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഗായത്രി. ഭാവനയെ അവിടെ തന്നെ നിർത്തണമെന്ന് ജയനിർമ്മല വാശി പിടിച്ച നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? സൂര്യയും ഭാവനയും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ പറയണം. സൂര്യ നമ്മുടെ വീട്ടിൽ നിന്നാലല്ലേ കുഴപ്പമുള്ളൂ. അവർക്കായിട്ടൊരു വീടോ ഫ്ലാറ്റോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ലല്ലോ. അയ്യോ, അങ്ങനെ മാറി താമസിക്കാൻ ജയ സമ്മതിക്കത്തില്ല. സൂര്യമോനും അതിന് തയ്യാറാവില്ല. ഒന്നാമതേ ജയ ഒരു അസുഖക്കാരിയാ. അതിന്റെ കൂടെ സൂര്യയും ഭാവനയും കൂടി ഇങ്ങനൊരു തീരുമാനവും കൂടി എടുത്താൽ പിന്നെ നടക്കുന്ന തന്നെ വേറെ ആയിരിക്കും. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനും പറയാനൊന്നും പോകണ്ട. ഭാവന ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നില്ല. ഭാവനയുടെ പ്രസവം കഴിയുന്നവരെ അവളെ നമ്മൾ നോക്കും. സേതുവിന്റെ അഭിപ്രായം തന്നെയാ എന്റെ. നമ്മളിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാവനയ്ക്ക് ഒരിക്കൽ ഒരു ചതി പറ്റിയതാ. ഇനി ഒരിക്കൽ കൂടി ചതി പറ്റാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഭാവന അവിടേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോഴേ ആന്റി പ്രശ്നം ഉണ്ടാക്കും. അത് അപ്പോഴല്ലേ. അപ്പൊ എന്താ വേണ്ട ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സേതുവേട്ടൻ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്താ വേണ്ടേന്ന് ഭാവനയും സൂര്യയും വേണം തീരുമാനിക്കാൻ. നമ്മൾ അവരോട് നമ്മുടെ അഭിപ്രായം പറയണം. അപ്പൊ അവരത് ജയോടും ദേവനോടും പറഞ്ഞോളൂ. ദേവൻ എതിർപ്പൊന്നും കാണില്ല. ദേവൻ സൂര്യയുടെ ഭാഗത്തേ നിൽക്കൂ. എന്തായാലും ഭാവനോട് ഇക്കാര്യം ഏട്ടനും ഏട്ടത്തെയും സംസാരിക്കണം. എന്നിട്ട് നമുക്ക് സൂര്യയോട് പറയാം. ഇപ്പൊ രണ്ടുപേരോടും ഉണ്ടല്ലോ. രണ്ടുപേരോട് ഒരുമിച്ച് തന്നെ പറയാം. അവര് തീരുമാനിക്കട്ടെ. ജയനിർമ്മല ഉറപ്പായിട്ടും എതിർക്കും. അവൾ ഇനി അടുത്ത അടവുമായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും മാനസ ജയനിർമ്മല തള്ളിക്കളയാനും പോകുന്നില്ല, ഭാവനെ സ്വീകരിക്കാനും പോകുന്നില്ല. പറഞ്ഞു തീർന്നില്ല. ദേ വരുന്നുണ്ട്. ജാനകി വിജയവത്മനൊക്കെ എപ്പ എത്തി? കുറച്ചു നേരമായി. എല്ലാവരും ലഡ്ഡു എടുക്ക്. ഭാവന ഒരു അമ്മയാവാൻ പോവല്ലേ? ജാനകി